ഗൈസ്, നമുക്കിന്നിവിടെ ഒരു ലീഡ് കോഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ആക്ച്വലി ഞാൻ എൻ്റെ DSA പഠിക്കുന്ന ജേർണിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ DSA പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ അൽഗോരിതം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതിൻ്റെ പുറത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതൊരു മീഡിയം ലെവൽ ലീഡ് കോഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് ഓഫ് അറേ എക്സെപ്റ്റ് സെൽഫ്. സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഗിവൺ ആൻ ഇൻറ്റിജർ അറേ നംസ് റിട്ടേൺ ഇൻ അറേ answer such that answer dot I is equal to the product of all elements of nums except nums I. The product of any prefix or suffix nums is guaranteed to fit in 32-bit integer. You must write an algorithm that runs often time without using division operation. So in this നമുക്ക് ഡിവിഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് ഈസി ആയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഓഫ് എൻഡിൽ നമ്മൾ ടൈം കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ഇത് സോൾവ് ചെയ്യണം. സോ ഇവിടെ നമുക്കൊരു ടു എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ 1 2 3 4 ഇതിൻ്റെ ഔട്ട്പുട്ട് 24 12 8 6 ആണ് വരുന്നത്. ഇത് ബേസിക്കലി പറയുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ഒഴിച്ച് ബാക്കിയുള്ളതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഔട്ട്പുട്ടിൽ വരേണ്ടത്. ഇപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ 2 × 3 6 6 × 4 24. സെക്കൻഡ് എലമെൻറ്റ് എടുക്കുമ്പോൾ 1 × 3 3 3 × 4 12. 3 എടുക്കുകയാണെങ്കിൽ 2 × 1 2 2 × 4 8. 4 എടുക്കുകയാണെങ്കിൽ 3 × 2 6 6 × 1 6. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലല്ല, വേറെ കുറേ രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പെട്ടെന്ന് നമുക്ക് എൻ്റെ മനസ്സിലൊന്ന് അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് നമുക്കിത് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും സെപ്പറേറ്റ് അറേയിൽ കീപ്പ് ചെയ്തിട്ട് അത് രണ്ടാമത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ നമുക്കിതിൽ പോസ്റ്റ് ഫിക്സും ഉണ്ട്, പ്രിഫിക്സും ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എലമെൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള എലമെൻറ്റ്സ് ആണ്. പോസ്റ്റ് ഫിക്സ് അത് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1 ഇപ്പോൾ പ്രിഫിക്സ് ഇല്ല, പോസ്റ്റ് ഫിക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 2 ആണെങ്കിൽ പ്രിഫിക്സ് ഇൻറ്റു പോസ്റ്റ് ഫിക്സ്. ഓക്കെ, ഈ 3 × 4 പോസ്റ്റ് ഫിക്സും 1 പ്രിഫിക്സും ആണ്. അപ്പോൾ 3 × 4 12 12 × 1 12. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും സെപ്പറേറ്റ് അറേയിൽ കീപ്പ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വേ ആണ്. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ അറേസ് യൂസ് ചെയ്യേണ്ടി വരും. സോ അതല്ലാണ്ട് നമുക്ക് സിംഗിൾ അറേ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. സിംഗിൾ അറേ വെച്ചിട്ട് അത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു റിസൾട്ട് അറേ വേണം. അപ്പോൾ റിസൾട്ട് അറേക്ക് നമുക്ക് റിസൾട്ട് അറേ ഇനിഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പ്രിഫിക്സും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, പോസ്റ്റ് ഫിക്സും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ബേസിക്കലി ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ റിസൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് റിസൾട്ടിലേക്ക്, അതായത് നമുക്ക് വേണ്ട ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്. ലെറ്റ് പ്രിഫിക്സ്, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന 1-ലാണ്. നമുക്ക് പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. പോസ്റ്റ് ഫിക്സ് നമുക്കിത് 0 കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഇൻറ്റു എനി അതർ നമ്പർ അത് 0 ആയിരിക്കും. സോ നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രിഫിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് വേണം. സോ ഫോർ ലൂപ്പ് ലെറ്റ് I is equal to 0, I less than nums dot length I plus plus. ഒരു ഫോർ ലൂപ്പ് എഴുതുന്നു. എന്നിട്ട് ഫോർ ലൂപ്പിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് അറേയിലേക്ക്, റിസൾട്ട് അറേയിൻ്റെ ith പൊസിഷനിലേക്ക് നമ്മുടെ പ്രിഫിക്സ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നു. പ്രിഫിക്സ്, എന്നിട്ട് നമ്മൾ പ്രിഫിക്സിനെ മോഡിഫൈ ചെയ്യണം. പ്രിഫിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ കറൻറ്റ് ഐറ്റം നംസ് ഡോട്ട് ഐ. ഓക്കെ, മൾട്ടിപ്ലൈ ആൻഡ് ഈക്വൽ ടു പ്രിഫിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ പ്രിഫിക്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇനി നമുക്ക് പോസ്റ്റ് ഫിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പോസ്റ്റ് ഫിക്സിലും ബേസിക്കലി ലൂപ്പ് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ഫിക്സിൻ്റെ കേസിൽ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് വരേണ്ടത്. സോ നമ്മുടെ I is equal to nums dot ലെങ്ത് ആയിരിക്കും, ലെങ്ത് -1. ഓക്കെ, ആൻഡ് I greater than or equal to
0 i മൈനസ് മൈനസ്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ റിസൾട്ട് ഐയിലേക്ക് നമ്മളെ കറണ്ട് റിസൾട്ടിൽ നമുക്ക് ആദ്യത്തെ പൊസിഷനിൽ എലമെൻ്റ് ഉണ്ട്, നമ്മൾ പ്രിഫിക്സ് വഴി അതിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ പോസ്റ്റ് ഫിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പോസ്റ്റ് ഫിക്സ് ഇനീഷ്യലി 1 ആയിരിക്കും. എന്നിട്ട് നമ്മുടെ പോസ്റ്റ് ഫിക്സിനെ നമ്മൾ കറണ്ട് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസോൾ ലോഗ് ലാസ്റ്റ് റിസൾട്ട്. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് റിസൾട്ട് നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ റിസൾട്ട് ഇവിടെ നമുക്ക് കൺസോൾ ലോഗ് പ്രിഫിക്സ് റിസൾട്ടായിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് എൻട്രി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് 1126 ആണ് പ്രിഫിക്സിൽ വരിക. ഇത് ബേസിക്കലി ഇപ്പോൾ 0 വരുന്ന സമയത്ത് റിസൾട്ടിൽ 0th പൊസിഷനിൽ പ്രിഫിക്സ് 1 ആഡ് ചെയ്തു. എന്നിട്ട് ആ പ്രിഫിക്സിനെ നമ്മൾ നംസ് ഡോട്ട് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ 1 × 1 1. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്തിട്ടാണ് പ്രിഫിക്സും റിസൾട്ടേയും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കൊന്നും പേപ്പറിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് വാക്ക് ത്രൂ ചെയ്ത് തന്നെ ഇത് മനസ്സിലാവും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ നമ്മൾ ബാക്ക് എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ലെങ്ത് ഫസ്റ്റ് ith പൊസിഷൻ 0 1 2 3 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 റിസൾട്ട് ഡോട്ട് 3. അപ്പോൾ റിസൾട്ടിലെ 1 2 0 1 2 3 ഒക്കെ അതായത് ലാസ്റ്റത്തെ പൊസിഷനിലായിരിക്കും നമ്മുടെ പോസ്റ്റ് ഫിക്സ് ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലാസ്റ്റത്തെ പൊസിഷൻ ഇൻറ്റു പോസ്റ്റ് ഫിക്സ്, അപ്പോൾ 0 × 6 × 1 6. ഓക്കെ, എന്നിട്ട് നമ്മൾ പോസ്റ്റ് ഫിക്സിനെ വീണ്ടും നമ്മുടെ കറണ്ട് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസ്റ്റ് ഫിക്സ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഈ ഒരു വേയിൽ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒറ്റ അര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇതിൻ്റെ ഡ്രോയിങ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, സോ നമുക്ക് ഒരുമിച്ച് ലീഡ് കോഡ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.